മൈ ഡിയേഴ്സ്. സോ മിസ്സിൻ്റെ മുമ്പിൽ ഉണ്ടാകുക 10th പഠിക്കുന്ന കുട്ടികളായിരിക്കും. സോ 10th എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ലൈഫിൽ ഏറ്റവും മൈൽ സ്റ്റോൺ ആയിട്ട് കാണുന്ന ഒരു ഇയർ ആണ്. എന്നാൽ അത് കൂടാതെ തന്നെ 10th കഴിഞ്ഞാൽ നമ്മൾ ചൂസ് ചെയ്യുന്ന മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് നമ്മുടെ +1 +2 എന്ന് പറയുന്നത്. ഈ +1 +2 കോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ ഫ്യൂച്ചർ എങ്ങനെയാകും എന്നുള്ളത് നിങ്ങൾക്ക് മോസ്റ്റ് ഓഫ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അല്ലേ. നമുക്ക് ഏത് പ്രൊഫഷൻ വേണം, ഏത് കരിയറിലേക്കാണ് നമ്മൾ എത്തിപ്പെടേണ്ടതെന്ന് നമ്മൾ ഏകദേശം നമ്മൾ ചൂസ് ചെയ്യുന്ന ഒരു ഇയർ ആണ്. സോ ഈ +1 +2 സാധാ പോലെ ചുമ്മാ പഠിച്ചു പോകുന്നതും അതേസമയം കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്ത് നമുക്കൊരു എക്സാം ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ തൊട്ടേ പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് +1 +2വിനോടൊപ്പം തന്നെ നമുക്ക് ഭാവിയിൽ നേരിടേണ്ട എക്സാംസിന് വേണ്ടി നമ്മൾ പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റാണ്. സോ അതിനുവേണ്ടി ബ്രില്യൻ പാല പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ IIT എയിംസ് 2-year +2 ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം എന്ന് പറയുന്നത്. സോ ഈ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അതിൻ്റെ നെയിം സൂചിപ്പിക്കുന്ന പോലെ IIT എയിംസ് എന്ന് പറയുന്ന പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾക്ക് ഒരു ഡോക്ടർ ആവണം, അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ആവണം, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഒരു സയൻറ്റിസ്റ്റ് ആ ഒരു മേഖലയിലേക്കോ തിരിയണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്കായിട്ടുള്ള ഒരു സൂപ്പർ കോഴ്സാണ് ഈ ഒരു കോഴ്സ്. സോ ഈ ഒരു കോഴ്സിലേക്ക് എൻ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സ്ക്രീനിങ് ടെസ്റ്റ് പാസ് ആകണം എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. സോ ആ ഒരു സ്ക്രീൻ ടെസ്റ്റ് പാസ് ആകണമെങ്കിൽ അതിൻ്റെ സിലബസ് എന്താണ്, അതിൻ്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മുടെ ബ്രില്യൻറ്റിൻ്റെ സൈറ്റിൽ ഓൾറെഡി നമുക്കൊരു ബ്രോഷർ രൂപേണ നമുക്ക് തന്നിട്ടുണ്ട്. സോ അതിലെ ഫിസിക്സിൻ്റെ സിലബസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മിസ് ഇവിടെ വന്നിരിക്കുന്നത്. സോ മിസ്സിൻ്റെ പേര് ധനലക്ഷ്മി എന്നാണ്, ഞാൻ ഇവിടുത്തെ ഫിസിക്സ് ഫാക്കൽറ്റിയാണ്. സോ നമുക്ക് അതിലെ ഫിസിക്സിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആ ഒരു സിലബസ് ഡിസ്കഷനാണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഫിസിക്സിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, സിലബസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെയാണ് സിലബസ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കത് നോക്കിയാൽ തന്നെ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചു വന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സോ ആ ഒരു ഫിസിക്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. നമ്മുടെ NIT അല്ലെങ്കിൽ IIT അല്ലെങ്കിൽ എയിംസ്, ജിപ്മർ എന്നീ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ ഈ നീറ്റ്, JEE പോലുള്ള അത്രയും ടഫ് എക്സാംസ് ക്വാളിഫൈ ചെയ്ത് എത്തുമ്പോൾ ഫിസിക്സ് എന്ന് പറയുന്നത് വളരെയധികം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. കാരണം അതിലുള്ള ന്യൂമറിക്കൽസും അതുപോലെ അതിലത്തെ പ്രോബ്ലംസും ഒക്കെയാണ് എല്ലാവരെയും കുഴപ്പിക്കുന്നത്. സോ നമുക്ക് ഫിസിക്സ് എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് ക്രാക്ക് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ നിങ്ങൾ സിലബസിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 10 ടോപ്പിക്സ് അല്ലെങ്കിൽ 10 ചാപ്റ്റേഴ്സ് പോലെയാണ് നമ്മുടെ സിലബസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സോ നമ്മൾ തുടക്കത്തിൽ തന്നെ വളരെ ബേസിൽ നിന്ന് തന്നെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ സിലബസ്. ദാറ്റ് ഈസ് ഫസ്റ്റ് നമ്മൾ കൊടുത്തിരിക്കുന്ന നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് മെഷർമെൻറ്റ് ആൻഡ് യൂണിറ്റ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. സോ നമ്മൾ +2ലേക്ക് കിടക്കുകയാണെങ്കിൽ നമ്മുടെ +1ലെ ആദ്യ ചാപ്റ്ററാണ് മെഷർമെൻറ്റ് ആൻഡ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. സോ ആ ചാപ്റ്റർ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ വളരെ ബേസിൽ നിന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ ഒരു സ്ക്രീൻ ടെസ്റ്റിൻ്റെ പ്രിപ്പറേഷൻ വരെ സ്റ്റാർട്ട് ചെയ്യണം. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ് നമ്മൾ മെഷർമെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. സോ നമുക്കറിയാം മെഷർ ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസ് ആണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. അതിനെ നമ്മൾ രണ്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലേ, ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസും അതുപോലെ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസും. സോ നിങ്ങൾ ആ 2 കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കുക. അതുകൂടാതെ തന്നെ നമ്മൾ അതിൽ വരുന്ന ബേസിക് ആയിട്ടുള്ള വരുന്നതാണ് യൂണിറ്റ്സ് എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ ഡിഫറെൻറ്റ് യൂണിറ്റ്സ്, CGS യൂണിറ്റ്, FPS യൂണിറ്റ് ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. സോ ആ യൂണിറ്റ്സിൻ്റെ ആ ഒരു ഐഡിയ നിങ്ങൾ എന്ത് ചെയ്യണം, ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാവണം. അതുകൂടാതെ നമുക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് നമ്മുടെ SI സിസ്റ്റം എന്ന് പറയുന്നത് അല്ലേ. SI സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. സോ അതിൽ നമ്മൾ യൂണിറ്റ്സും SI സിസ്റ്റം ഓഫ് യൂണിറ്റ്സും നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കി വെക്കുക. അതുകൂടാതെ തന്നെ ഈ യൂണിറ്റ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർട്ട് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ചിലപ്പോൾ ഒരു ലെങ്തി പ്രോബ്ലം ചെയ്ത് ലാസ്റ്റ് എത്തുമ്പോഴായിരിക്കും നമ്മുടെ ഓപ്ഷൻസ് വേറെ ഒരു യൂണിറ്റിലാവും കൊടുത്തിട്ടുണ്ടാവുക. സോ നമ്മൾ ഇവിടുന്ന് തന്നെ എന്ത് ചെയ്യുക, യൂണിറ്റ്സിനെ എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യേണ്ടത് എന്ന് നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചു വെച്ചിട്ട് പോവാം. ഓക്കെ. സോ മെഷർമെൻറ്റ് ആൻഡ് യൂണിറ്റ്സ് എന്ന് പറയുന്നത് വളരെ ഷോർട്ട് ആൻഡ് ക്രിസ്പ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. നമുക്ക് ഈസി ആയിട്ട് നമുക്കത് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. സോ നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് നമുക്ക് 8th 9th എന്ന് പറയുന്ന ക്ലാസ്സസിൽ തന്നെ നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചു വന്ന ഫോഴ്സ് ആൻഡ് പ്രഷർ എന്ന് പറയുന്ന വളരെ സിമ്പിൾ ആൻഡ് ഷോർട്ട് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. സോ ഫോഴ്സ്, പ്രഷർ എന്ന് പറയുമ്പോൾ നമ്മൾ ചെറിയ ക്ലാസ്സിലേ പഠിച്ചിട്ടുണ്ടല്ലേ. നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോഴ്സസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. കോണ്ടാക്ട് ഫോഴ്സ് എന്താണ്, നോൺ കോണ്ടാക്ട് ഫോഴ്സ് എന്താണ്. സോ വളരെ ബേസിക് ആയിട്ട് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, മാഗ്നറ്റിക് ഫോഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. സോ അതിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫോഴ്സ് ആണ് നമ്മുടെ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. സോ ഫ്രിക്ഷണൽ ഫോഴ്സിനെ കുറിച്ച് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ നന്നായിട്ട് നോക്കണം. കാരണം അതിന് ഫ്രിക്ഷനെ റെഡ്യൂസ് ചെയ്യാൻ, ഫ്രിക്ഷനെ ഇൻക്രീസ് ചെയ്യാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ നമുക്കറിയാം കൈനറ്റിക് ഫ്രിക്ഷൻ, അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള ഫ്രിക്ഷൻ്റെ കുറച്ച് കാര്യങ്ങളെങ്കിലും നമ്മൾ നോക്കി വെക്കണം. ഓക്കെ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രിക്ഷൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ പോലെ നോക്കേണ്ടതാണ്. അതുകൂടാതെ പിന്നെ നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് വരുമ്പോൾ
പ്രഷർ എന്ന് പറയുമ്പോൾ നമ്മൾ ഫോഴ്സിനെ റിലേറ്റ് ചെയ്ത് എല്ലാ ക്ലാസ്സസിലും പഠിച്ചു വന്നിട്ടുള്ള ഒരാളായിരിക്കും അല്ലേ. നമ്മുടെ പ്രഷർ എന്ന് പറയുന്നത് ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് ഏരിയ എന്ന് പറയുന്നതാണ് നമ്മുടെ പ്രഷർ. സോ പ്രഷറിൻ്റെ ഒരു ഡെഫിനേഷൻ, ബേസിക് ഡെഫിനേഷൻസ്, അതുപോലെ ഫോഴ്സിൻ്റെ ആണെങ്കിലും പ്രഷറിൻ്റെ ആണെങ്കിലും SI യൂണിറ്റ് എന്താണ്, അതുപോലെ ഡിഫറെൻറ്റ് സിസ്റ്റത്തിൽ അതിൻ്റെ യൂണിറ്റ്സ് വരുന്നത് എന്താണ്, അതുപോലെ ത്രസ്റ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണ്, അതും നമ്മൾ നന്നായിട്ട് നോക്കി വെക്കേണ്ടതാണ്. അല്ലാതെ ഈ പ്രഷർ തന്നെ നമുക്കറിയാം സോളിഡ്സിലും ലിക്വിഡ്സിലും അതുപോലെ തന്നെ നമ്മുടെ എയർ അല്ലെങ്കിൽ ഗ്യാസസിൽ ആക്ട് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ ഡിഫറെൻറ്റ് കേസസ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. സോ അതും നമ്മൾ നോക്കി വെക്കേണ്ടതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നതാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ അല്ലേ. അതിൻ്റെ ആപ്ലിക്കേഷൻസും അതുപോലെ നമ്മൾക്കറിയാം മൗണ്ടെയിൻസിൽ കയറുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ സ്പെഷ്യൽ സ്യൂട്ട്സ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്, അതിൻ്റെയൊക്കെ ബേസിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. സോ അതും നിങ്ങൾ നല്ല രീതിയിൽ നോക്കി വെക്കാം. അത് കഴിഞ്ഞ് നമുക്ക് പിന്നെ ഈ ഫോഴ്സിനെ തന്നെ റിലേറ്റ് ചെയ്തിട്ടുള്ള വേറൊരു കാര്യമാണ് ബയോൺ ഫോഴ്സ് എന്ന് പറയുന്നത്. സോ ബയോൺ ഫോഴ്സിൻ്റെ ഒരു ഏരിയയിൽ നമുക്ക് നോക്കാനുള്ളത് മെയിനായിട്ട് ഫസ്റ്റ് തന്നെ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ ആണ്. സോ അത് നിങ്ങൾ നല്ല രീതിയിൽ നോക്കി വെക്കുക. അതിൻ്റെ ആപ്ലിക്കേഷൻസ് ആണെങ്കിലും എല്ലാം നിങ്ങൾ നോക്കേണ്ടതാണ്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ലോസ് ഓഫ് ഫ്ലോട്ടേഷൻ എന്ന് പറയുന്നത്. സോ അതിനോട് റിലേറ്റ് ചെയ്ത് ഡെൻസിറ്റി ആൻഡ് അതുപോലെ തന്നെ റിലേറ്റീവ് ഡെൻസിറ്റി, ആ കോൺസെപ്റ്റുകളും നിങ്ങൾ നല്ല രീതിയിൽ നോക്കേണ്ടതാണ്. ദെൻ നമുക്ക് റിയൽ ലൈഫിൽ നോക്കുകയാണെങ്കിൽ ഷിപ്സിലും സബ്മറൈൻസിലും ഒക്കെ ഈ ഫ്ലോട്ടേഷൻ്റെ കുറേ അധികം ആപ്ലിക്കേഷൻസിന് റിലേറ്റ് ചെയ്തിട്ടുള്ള തിയറട്ടിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ അതും നല്ല രീതിയിൽ നോക്കുക. ദെൻ നമുക്ക് അടുത്ത ഒരു ടോപ്പിക് വരുന്നത് ലോസ് ഓഫ് മോഷൻ ആൻഡ് ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്ന് പറയുന്നതാണ്. സോ ഇത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ 10th വരെയുള്ള ക്ലാസ്സസിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ +1 +2ലും നമുക്ക് ഈ 2 ടോപ്പിക്സും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ ലോസ് ഓഫ് മോഷൻ നമുക്കറിയാമല്ലേ, 3 ലോസ് ഓഫ് മോഷൻ ആണ് നമ്മൾ ന്യൂട്ടൻ്റെ പഠിച്ചിട്ടുള്ളത്. സോ 3 ലോസും 3 ഡിഫറെൻറ്റ് കാര്യങ്ങളാണ് പറയുന്നത്. അതിൻ്റേതായ സബ് ടോപ്പിക്സും ആപ്ലിക്കേഷൻസും ഉണ്ട്. സോ നമുക്ക് ക്വസ്റ്റ്യൻസും അതിനെ റിലേറ്റ് ചെയ്ത് ഇഷ്ടം പോലെ വരാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ്. സോ നമ്മുടെ ഫസ്റ്റ് ലോനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഇനേർഷ്യ, അതുപോലെ മാസ് എന്താണ്, ആ ഇനേർഷ്യ ആൻഡ് മാസിൻ്റെ ആ ഒരു റിലേഷൻ, അതൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ നോക്കി വെക്കുക. അതുകൂടാതെ മൊമെൻറ്റം, അതുപോലെ മൊമെൻറ്റത്തിൻ്റെ കൺസർവേഷൻ എന്ന് പറയുന്നത്, അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇഷ്ടം പോലെ നമുക്ക് ന്യൂമറിക്കൽസ് ആയിട്ടും വരാനുള്ള ചാൻസസ് ഉണ്ട്. ദെൻ അടുത്തത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇക്വേഷൻസ് ഓഫ് മോഷൻസ് ആണ്. ഇക്വേഷൻസ് ഓഫ് മോഷൻ്റെ ഡെറിവേഷൻ നിങ്ങളൊരു ഷാലോ ആയിട്ട് നോക്കി വെക്കുക. കാരണം നമുക്ക് 10th വരെ അധികം ഡെറിവേഷൻസ് ഒന്നും പഠിക്കാനുണ്ടായിരുന്നില്ല. ബട്ട് ഇനി +1 +2ലേക്ക് പോകുമ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽഡ് ഡെറിവേഷൻസ് ഒക്കെ പഠിക്കാനുണ്ട്. പക്ഷേ ഈ ഇക്വേഷൻസ് ഓഫ് മോഷൻസ് യൂസ് ചെയ്ത് ഇഷ്ടം പോലെ ന്യൂമറിക്കൽസ് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. സോ ഇക്വേഷൻസ് ഓഫ് മോഷൻസ് 3 എണ്ണം നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുക. അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ന്യൂമറിക്കൽസ് കുറേ അധികം വർക്കൗട്ട് ചെയ്ത് നോക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ നമുക്ക് ഈ പറഞ്ഞ ലോസ് ഓഫ് മോഷനെയും ഇക്വേഷൻസ് ഓഫ് മോഷനെയും റിലേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഡെയിലി ലൈഫിൽ കുറേ അധികം ആപ്ലിക്കേഷൻസ് നമുക്ക് വരുന്നതാണ്. സോ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ദെൻ സോ നമ്മളൊരു ഏരിയ നമ്മൾ കവർ ചെയ്തു വന്നു. നെക്സ്റ്റ് ഒരു ടോപ്പിക്കിലേക്ക് നമ്മൾ പോവുകയാണ്, ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം എന്ന് പറയുന്നത്. സോ നമുക്കറിയാം നമ്മൾ ചെറിയ ക്ലാസ്സിലെ ബേസിസ് തൊട്ട് തുടങ്ങിയതാണ് ഇലക്ട്രിസിറ്റിയുടെ. ദെൻ 10th നമ്മൾ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ഒരു ഹ്യൂജ് ചാപ്റ്റർ നമ്മൾ പഠിച്ചു നിൽക്കുമ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് എന്താണ് ഇലക്ട്രിക് കറണ്ട്, ഈ ഇലക്ട്രിക് കറണ്ട് ഫ്ലോ ചെയ്യുന്ന ആ ഒരു പാത്തിനെയാണല്ലോ നമ്മൾ ഇലക്ട്രിക് സർക്യൂട്ട് എന്ന് പറയുന്നത്. സോ സർക്യൂട്ട് ഡയഗ്രത്തിലുള്ള ഡിഫറെൻറ്റ് സിംബൽസ് നമ്മൾ നോക്കി വെക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ അത് കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് ലെവലിലേക്ക് വന്നപ്പോഴാണ് നമ്മൾ ഓംസ് ലോ പഠിച്ചത്. ഓംസ് ലോ എന്ന് പറയുന്നത് നമ്മൾ ഫിസിക്സ് ത്രൂ ഔട്ട് നമുക്ക് ആവശ്യമുള്ള ഒരാളാണ് ഓംസ് ലോ അല്ലേ. സോ ഓംസ് ലോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൂടാതെ റെസിസ്റ്റൻസിൻ്റെ കോൺസെപ്റ്റ് നമ്മൾ ഓംസ് ലോയിൽ നിന്ന് ഡിറൈവ് ചെയ്ത് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ റെസിസ്റ്റൻസിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്, അത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആ ഒരു ഇക്വേഷൻ യൂസ് ചെയ്ത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. ദെൻ അതുകൂടാതെ നമുക്ക് ഈ റെസിസ്റ്റൻസിനെ സീരീസ് ആയിട്ടും പാരലൽ ആയിട്ടും കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. സോ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേയധികം പ്രോബ്ലംസ് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. ദെൻ അത് കഴിഞ്ഞാൽ നമ്മൾ മാഗ്നറ്റിസത്തിലേക്ക് വരികയാണെങ്കിൽ ബേസിക് മാഗ്നറ്റ്സിനെ കുറിച്ച് നമ്മൾ കുറേയധികം പഠിച്ചതായിരുന്നു അല്ലേ. സോ നമുക്ക് നാച്ചുറൽ മാഗ്നറ്റ്സ് എന്താ, ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്സ് എന്താ, അതുപോലെ മാഗ്നറ്റ്സിൻ്റെ ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൂടാതെ മാഗ്നറ്റ്സിനെ അട്രാക്ട് ചെയ്യുന്ന മെറ്റീരിയൽസിനെ നമ്മൾ മാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്ന് പറയും. അതുപോലെ നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽസ് ഉണ്ട്. സോ ആ ഒരു ബേസിക് ഐഡിയ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി വെക്കുക. ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ചും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചതായിരുന്നു. സോ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു ബാർ മാഗ്നറ്റ് കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് നമുക്ക് നോക്കാം. അതുപോലെ സോളിനോയിഡ് കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ ആ ഒരു ഫോർമേഷൻ, ഇതൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചു വയ്ക്കാം. ദെൻ അതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു അപ്ലിക്കേഷൻ ലെവലിലുള്ള ഒരു ടോപ്പിക്കാണ് മാഗ്നറ്റിക് ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഇലക്ട്രിസിറ്റിനെയും അതുപോലെ മാഗ്നറ്റിസം എന്ന് പറയുന്ന ആ ടോപ്പിക്കിനെയും റിലേറ്റ് ചെയ്യുന്ന നമ്മുടെ മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്.
അതായത് ഒരു കണ്ടക്ടറിലൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ മാഗ്നറ്റിക് ഇഫക്റ്റുകൾ ഫോം ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ ഓൾറെഡി 10th പഠിച്ചതാണ്. സോ അതിനെ ബേസ് ചെയ്തിട്ട് ഒരു കറണ്ട് ക്യാരിയിങ് വയറിൽ അതിന് ചുറ്റുമുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഇഫക്റ്റ് എന്താണ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൂടാതെ അതിൻ്റെ ഡയറക്ഷനെ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി റൈറ്റ് ഹാൻഡ് തമ്പ് റൂളൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലേ. സോ അതുകൂടാതെ നമ്മൾ സോളിനോയിഡിൻ്റെ കാര്യം പറഞ്ഞു. സോ ഈ ഒരു കറണ്ട് ക്യാരിയിങ് സോളിനോയിഡ് കാരണം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, അതുപോലെ ഇലക്ട്രിക് മോട്ടോർ, ജനറേറ്റർ എന്ന് പറയുന്ന അതിൻ്റെ അപ്ലിക്കേഷൻസ് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കുക. സോ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ പോലെ തന്നെ അവിടെ കുറേയധികം നമ്മുടെ ഹാൻഡ് റൂൾസ് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. സോ ലെഫ്റ്റ് ഹാൻഡ് റൂളും എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ പഠിച്ചു വെക്കുക. ബിക്കോസ് ഇതിൻ്റെ അപ്ലിക്കേഷൻസ് ആയിട്ടാണ് നമുക്ക് ഇലക്ട്രിക് മോട്ടോറും ജനറേറ്ററും ഒക്കെ വരുന്നത്. ദെൻ അത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ബേസിക് ആയിട്ട് ആ ചാപ്റ്ററിൽ ലാസ്റ്റ് കൊടുത്തിരിക്കുന്നതാണ് ഡൊമസ്റ്റിക് ഇലക്ട്രിക് സർക്യൂട്ട്സ് എന്ന് പറയുന്നത്. നമ്മുടെ വീടുകളിലുള്ള ഇലക്ട്രിക് സർക്യൂട്ട്സിൻ്റെ ബേസിക് ഒരു സ്ട്രക്ചർ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഓൾറെഡി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതാണ്. സോ നിങ്ങൾ ആ ഒരു ഏരിയയും നല്ല രീതിയിൽ നമ്മൾ നോക്കി വെക്കേണ്ടതാണ്. ദെൻ നമ്മൾ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ദാറ്റ് ഈസ് റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ആൻഡ് ഇറ്റ്സ് ഫിനോമിനാസ്. സോ നമുക്കറിയാം ലൈറ്റ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈനിലാണ് ഒരു സിംഗിൾ മീഡിയത്തിൽ ട്രാവൽ ചെയ്യുക എന്നുള്ളത്. പക്ഷേ അതിന് ഡിഫറെൻറ്റ് പ്രോസസ്സുകളുണ്ട്, ഫിനോമിനാസ് ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം അല്ലേ. സോ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം പ്ലെയിൻ മിറർ എടുക്കുകയാണെങ്കിൽ പ്ലെയിൻ മിററിൽ ഉണ്ടാകുന്ന ഇമേജ് ഫോർമേഷൻ, ആ ഇമേജസിനുണ്ടാകുന്ന ആ പ്രത്യേകതകൾ എന്തൊക്കെയാണ്. ഇനി അത് കഴിഞ്ഞ് നമ്മൾ അതിനെ ഒരു സ്പെറിക്കൽ മിറേഴ്സിലേക്ക് എടുത്തു, കോൺകേവ് കോൺവെക്സ് മിററുകളിലേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഇമേജ് ഫോർമേഷൻ്റെ ഡിഫറൻസസ് എന്താണ്. സോ അവിടെ തന്നെ നമുക്ക് ലോസ് ഓഫ് റിഫ്ലക്ഷൻ എന്നുള്ളത് പഠിക്കാനുള്ള കാര്യമാണ്. സോ അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ റിഫ്ലക്ഷൻ്റെ ആ ഒരു ടോപ്പിക്സ് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ റിഫ്രാക്ഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. സോ നമ്മൾ ലെൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം അതിലൂടെയുള്ള പ്രോസസ്സാണ് നമ്മൾ റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. സോ ലെൻസിലും അവിടെ എന്ത് ചെയ്യും, ഇമേജ് ഫോർമേഷൻ നടക്കും. സോ ലെൻസ് ആൻഡ് ഇറ്റ്സ് ഇമേജ് ഫോർമേഷൻ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതുപോലെ തന്നെ അവിടെ നമുക്ക് ലോസ് ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. 2 ഡിഫറെൻറ്റ് മീഡിയത്തിലൂടെ ലൈറ്റ് ട്രാവൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ റിഫ്രാക്ഷനെ കുറിച്ചിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ലോസ് നിങ്ങൾ നോക്കി വെക്കേണ്ടതാണ്. ദെൻ നമുക്ക് ലൈറ്റിൻ്റെ വേറെ ഫിനോമിനാസ് നോക്കുകയാണെങ്കിൽ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ, ഡിസ്പേർഷൻ, അതുപോലെ സ്കാറ്ററിങ്, അത് നമ്മൾ ഡെയിലി ലൈഫിൽ അതിന് പറ്റാവുന്ന അപ്ലിക്കേഷൻസ് എല്ലാം നിങ്ങൾ നോക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ദെൻ അതുകൂടാതെ തന്നെ ലൈറ്റിൻ്റെ ബേസിൽ വരുമ്പോൾ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, നമ്മൾ ടെലിസ്കോപ്പ്, പെരിസ്കോപ്പ് പോലെയുള്ള കുറേ ബേസിക് ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ സ്ട്രക്ചറും അവിടെ നടക്കുന്ന പ്രോസസ്സുകൾ എന്താണെന്ന് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാവുന്നതാണ്. ദെൻ നമ്മൾ നെക്സ്റ്റ് ഒരു ടോപ്പിക്കിലേക്ക് പോകുമ്പോൾ സൗണ്ട്. നമ്മൾ ലൈറ്റ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എനർജി ഫോമാണ് സൗണ്ട്. സോ സൗണ്ട് ഒരു വേവ് ഫോം ആണ് എന്നുള്ള കാര്യം നമുക്കറിയാം. സോ ഒരു വേവ് എങ്ങനെയാണ് ട്രാവൽ ചെയ്യുക, വേവിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് എന്നുള്ളതൊക്കെ നിങ്ങൾ എന്തായാലും ബേസിക് ആയിട്ട് പഠിച്ചിട്ടുണ്ടാവും. സോ സൗണ്ടിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ പ്രൊപ്പഗേഷൻ എങ്ങനെയാണ്, നമുക്കറിയാം സൗണ്ട് ഒരു വേവ് ആണ്. അപ്പോൾ അതിൻ്റെ പ്രൊപ്പഗേഷൻ എങ്ങനെയാണ് എന്നുള്ളതും അതെങ്ങനെയൊക്കെയാണ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതും നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് നോക്കി വെക്കേണ്ടതാണ്. ഇനി ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സൗണ്ട് ഡിഫറെൻറ്റ് മീഡിയത്തിലൂടെ കടന്നു പോകുമ്പോൾ അതിൻ്റെ സ്പീഡിലും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിലും ഉണ്ടാകുന്ന ചേഞ്ചസ് നമുക്ക് ഓൾറെഡി പഠിക്കാനുള്ളതായിരുന്നു. സോ നിങ്ങളത് നോക്കി വെക്കേണ്ടതാണ്. ദെൻ അത് കഴിഞ്ഞാൽ ഈ സൗണ്ട് എവിടെയെങ്കിലും പോയി തട്ടി റിഫ്ലക്ട് ചെയ്ത് വരുമ്പോൾ നമ്മൾ അതിനെ എക്കോ എന്ന് വിളിക്കും അല്ലേ. സോ എക്കോ എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകത എന്താണ്, അപ്പോൾ എക്കോ മിനിമം നടക്കണമെങ്കിൽ എത്ര ഡിസ്റ്റൻസ് വേണം, അങ്ങനെയുള്ള ബേസിക് പോയിന്റ്സ് ഒക്കെ നമ്മൾ ഓൾറെഡി സൗണ്ടിൻ്റെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളതാണ്. അടുത്തതാണ് നമുക്ക് സോണാർ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. ദെൻ സ്ട്രക്ചർ ഓഫ് ഹ്യൂമൻ ഇയർ, കാരണം നമ്മുടെ സൗണ്ട് നമ്മുടെ ചെവിയിലേക്ക് എത്തി അവിടെ നടക്കുന്ന ഫിസിക്സ് പോയിന്റ് ഓഫ് വ്യൂലുള്ള കാര്യങ്ങളും നമ്മൾ സൗണ്ട് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സോ ഇത്രയും കാര്യങ്ങൾ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നല്ല രീതിയിൽ പഠിച്ചു വെക്കുക. ദെൻ നമ്മൾ നെക്സ്റ്റ് ഒരു ടോപ്പിക്കിലേക്ക് കിടക്കുമ്പോൾ എഗെയിൻ വർക്ക്, എനർജി ആൻഡ് പവർ എന്ന് പറയുന്ന ഒരു ഹ്യൂജ് ടോപ്പിക്കാണ്. അതും നമുക്ക് +2 ലെവലിൽ നോക്കുകയാണെങ്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബേസ് ആണ്. നിങ്ങളത് നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് വെക്കുക. വർക്ക്, എനർജി, പവർ. സോ അതിൽ പറയുന്ന ഈ 3 കാര്യങ്ങളും വർക്ക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് വർക്കിൻ്റെ ഡെഫിനേഷൻ പഠിക്കാം, വർക്കിൻ്റെ ഇക്വേഷൻ പഠിക്കാം. അതല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വർക്ക് ഉണ്ട് അല്ലേ, പോസിറ്റീവ്, നെഗറ്റീവ്, സീറോ വർക്ക് ഡൺ എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദെൻ അടുത്തത് നോക്കുകയാണെങ്കിൽ നമ്മൾ എനർജി നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എനർജി ഉണ്ട്. നമ്മൾ പക്ഷേ നമ്മുടെ ഈ വർക്ക് എനർജി പവറിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ് കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. സോ കൈനറ്റിക് എനർജിയുടെ ഡെറിവേഷൻ അല്ലെങ്കിൽ കൈനറ്റിക് എനർജിയുടെ കോൺസെപ്റ്റ്, അതുപോലെ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻസും അതുപോലെ അതിൻ്റെ അപ്ലിക്കേഷൻസും ഒക്കെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ദെൻ അത് കഴിഞ്ഞ് നമ്മുടെ കൈനറ്റിക് എനർജിയുടെ വേരിയേഷൻസ് അല്ലേ, ദാറ്റ് ഈസ് ഡിഫറൻസ് ഇൻ കൈനറ്റിക് എനർജി ദാറ്റ് വിൽ ബി ഈക്വൽ ടു വർക്ക് ഡൺ എന്ന് പറയുന്ന നമ്മുടെ വർക്ക് എനർജി തിയറം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറമാണ്. സോ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേയധികം പ്രോബ്ലംസ് നമുക്ക് എന്തായാലും ചെയ്യാനായിട്ടും ഉണ്ടാകും.
ദെൻ അത് കഴിഞ്ഞ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഏറ്റവും ലാസ്റ്റ് വരുന്ന നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പവർ എന്ന് പറയുന്നത്. പവർ എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ മെയിനായിട്ട് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് അതിൻ്റെ യൂണിറ്റ്സിൻ്റെ കൺവേർഷൻ അല്ലെ, കൊമേഴ്ഷ്യൽ യൂണിറ്റ്സ് ഓഫ് പവർ എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ SI യൂണിറ്റ് എന്താണ് വരുന്നത്, ആ ഒരു യൂണിറ്റ്സ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർട്ട് ചെയ്യുന്നത്, ഹോഴ്സ് പവർ, അതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. സോ അങ്ങനത്തെ അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് യൂണിറ്റ്സ് ഒക്കെ നിങ്ങൾ എന്തായാലും നോക്കി വെക്കുക. ദെൻ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ അവസാനത്തെ അല്ലെ ഓൾമോസ്റ്റ് സെക്കൻഡ് ലാസ്റ്റ് ടോപ്പിക്സിലേക്ക് എത്തി. ദാറ്റ് ഈസ് എനർജി മാനേജ്മെൻറ്റ്. വളരെ ബേസിക് ആയിട്ട് തിയറട്ടിക്കൽ ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് എനർജി മാനേജ്മെൻറ്റ്. സോ അവിടെയാണെങ്കിലും നമ്മൾ പഠിക്കുന്നത് കൺവെൻഷണൽ ആൻഡ് നോൺ കൺവെൻഷണൽ എനർജീസിനെ കുറിച്ചിട്ടാണ് അല്ലേ, അല്ലെങ്കിൽ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്ന എനർജി, റിന്യൂവബിൾ എനർജി അല്ലെങ്കിൽ നോൺ റിന്യൂവബിൾ എനർജി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. നമ്മൾ അതെന്തായാലും നോക്കി വെക്കുക. അതുകൂടാതെ നമുക്ക് ഫോസിൽ ഫ്യൂവൽസും അതിൻ്റെ ലിമിറ്റേഷൻസ് എന്താണ് വരുന്നത് എന്നുള്ളതും കൂടി ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കുക. ദെൻ റിന്യൂവബിൾ എനർജി സോഴ്സസ് ആയിട്ടുള്ള സോളാർ എനർജി, വിൻഡ് എനർജി, നമ്മൾ കുറേയധികം എനർജി സോഴ്സസിനെ കുറിച്ച് ഓൾറെഡി ആ ചാപ്റ്ററിൽ കവർ ചെയ്തിട്ടുണ്ട്. സോ അതിൽ ഈച്ച് ടോപ്പിക്കും നല്ല രീതിയിൽ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കി വെക്കാം. ദെൻ അടുത്തത് നമ്മൾ നോക്കുകയാണെങ്കിൽ എനർജി കൺസർവേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഷോർട്ട് ടോപ്പിക്കാണ്. നമുക്കത് ബേസിക് ആയിട്ട് തിയറട്ടിക്കലായിട്ട് നിങ്ങൾ നോക്കി വെക്കേണ്ട കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ദെൻ ഏറ്റവും ലാസ്റ്റ് അതുപോലെ തന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മുടെ ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്നത്. സോ നമുക്കറിയാം ഇതും നമ്മുടെ പ്ലസ് ടുവിൽ നമ്മൾ പഠിക്കാൻ പോകുന്നതിൻ്റെ ഒരു ബേസാണ് ഗ്രാവിറ്റേഷൻ. സോ നിങ്ങൾ ഈ ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിൽ നമ്മൾ നോക്കേണ്ടത് നമ്മുടെ എന്തായിരിക്കും, യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്നതാണ്. ആദ്യമായിട്ട് നമ്മൾ ആ ഒരു ലോവിനെ കുറിച്ച് നല്ല രീതിയിൽ മനസ്സിലാക്കി വെക്കുക. അതുകൂടാതെ അതിൽ നമ്മൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്ന ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ അത്രയും നാൾ ഇത് പഠിച്ച ആ ടേം കേട്ടിട്ടുണ്ടെങ്കിലും അതിനെക്കുറിച്ച് ഒരു ക്ലിയർ ഐഡിയ നമുക്ക് ഈ ഒരു ചാപ്റ്ററിലാണ് കിട്ടിയിട്ടുണ്ടാവുക. സോ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അത് വേരി ചെയ്യുന്നത് നമ്മുടെ എർത്തിൻ്റെ പോളിൽ എങ്ങനെയാണ് വേരി ചെയ്യുന്നത്, നമ്മുടെ ഇക്വറ്റോറിയൽ എങ്ങനെയായിരിക്കും അതിൻ്റെ വേരിയേഷൻ, അതൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ നോക്കി വെക്കുക. ദെൻ നമുക്കറിയാം ഒബ്ജക്ട്സ് എല്ലാം മൂവ് ചെയ്യുന്നത് അണ്ടർ ഗ്രാവിറ്റി ആണ്. സോ മോഷൻ ഓഫ് ഒബ്ജക്ട്സ് അണ്ടർ ഗ്രാവിറ്റി എന്ന് പറയുന്ന അതിൽ ആപ്ലിക്കേഷൻ ലെവലിൽ വരാവുന്ന കുറേയധികം ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങളതും നല്ല രീതിയിൽ നോക്കുക. ദെൻ അടുത്തത് മാസ് വേഴ്സസ് വെയിറ്റ്. അതായത് നമുക്കറിയാം മാസും വെയിറ്റും ഡിഫറെൻ്റ് ആണ്. സോ അതിൻ്റെ കമ്പാരിസൺ നമ്മൾ ബേസിക് ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ്. സോ അതും നിങ്ങൾ നല്ല രീതിയിൽ നോക്കുക. ദെൻ ഫ്രീ ഫോൾ ആൻഡ് വെയ്റ്റ്ലെസ്നെസ് എന്ന് പറയുന്ന ഒരു ഷോർട്ട് ടോപ്പിക്, അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതും നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ നോക്കുക. സോ നമ്മൾ ഈ ഒരു ചാപ്റ്റേഴ്സ് നമ്മൾ ജസ്റ്റ് റിവ്യൂ ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്സും ഉണ്ട്. അതുപോലെ നിങ്ങൾ കുറച്ചധികം എഫേർട്ട് എടുത്ത് പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് വർക്കൗട്ട് ചെയ്യേണ്ട, നമ്മുടെ സിലബസിന് എല്ലാ ടോപ്പിക്സിനും ഒരേപോലെ ഇമ്പോർട്ടൻസ് കൊടുത്ത് അതുപോലെ സ്ട്രെസ് ചെയ്യേണ്ട സ്ഥലത്ത് നന്നായി സ്ട്രെസ് ചെയ്ത് ഇക്വേഷൻസും അതുപോലെ പ്രോബ്ലംസ് ഒക്കെ നന്നായി വർക്കൗട്ട് ചെയ്ത് തന്നെ പ്രാക്ടീസ് ചെയ്യുക. അത് കഴിഞ്ഞ് നമുക്ക് ഈ ഒരു സ്ക്രീനിങ് ടെസ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു MCQ എക്സാം എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യാൻ പോകുന്നതായിരിക്കും. സോ നിങ്ങൾക്കൊരു പ്രാക്ടീസ് എന്തായാലും വേണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബ്രില്യൻ്റ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾ ആ മോക്ക് ടെസ്റ്റുകൾ പോയി അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ഒരു പ്രാക്ടീസ് കഴിഞ്ഞ് നമ്മൾ പഠിച്ച് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം സ്ക്രീൻ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും അത് ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. സോ മിസ് പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും അവരുടെ ഡ്രീം, ഇപ്പോൾ ചിലരുടെയൊക്കെ വൈറ്റ് കോട്ട് ഡ്രീം, അതുപോലെ തന്നെ നമുക്ക് എഞ്ചിനീയർ ആകുമ്പോൾ ഇങ്ങനെ സയൻറ്റിസ്റ്റ് ആവണമെന്നുള്ള ഡ്രീമൊക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങളത് എടുക്കാൻ പോവുകയാണ്. സോ നിങ്ങൾക്കത് അച്ചീവ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. സോ ഈ എക്സാം എഴുതാൻ വരുന്ന എല്ലാ മക്കൾക്കും ഓൾ ദി ബെസ്റ്റ്.